ഇവരെ ഒരു കഥ ഇതിപ്പോ നമ്മളെ കേട്ട് പറഞ്ഞാല് ഇതെവിടെയാ തീരുക? എവിടെയാ ഇത് തീരുക? സുബ്ഹാനല്ലാഹ്. ഇവരെ അന്ധവിശ്വാസം കേൾക്കണം നിങ്ങൾക്ക്. ഒരു മൗലവി ശൈത്താൻ ഇളക്കാൻ പോയി. എങ്ങനെയാ ശൈത്താൻ ഇളക്കാൻ പോയോ? മുജാഹിദിന്റെ മൗലവിന്ന് കേൾക്കണം നിങ്ങൾക്ക്. ആ ഒന്ന് വെച്ചു കൊടുത്താ മോനെ. സുബ്ഹാനല്ലാഹ്. ആ ഒന്ന് നമ്മളെ കരിമ്പിലാക്കലൊന്ന് പറയട്ടെ. ജമാൽ ചെറുവാടി എന്ന് പറയുന്ന ഈ വിഭാഗത്തിന്റെ വലിയൊരു നേതാവാണ് അദ്ദേഹം. ഇൽമത്രണ്ട് നമ്മൾ ചോദിക്കുക, നമ്മൾ അത് ആക്കാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? രണ്ട് സ്ഥലത്ത് രണ്ട് ചികിത്സ അറിഞ്ഞു. ഞാൻ അറിയാത്തത്രണ്ട് എനിക്കറിയാം. ഒരു പെൺകുട്ടി എന്തോ മാനസികമായ സ്വാസ്ഥ്യം കാണിച്ചു. അവരെ ഇയാൾ പരിശോധിക്കുക. ഇയാൾ ഡോക്ടറല്ല, ഇയാൾ എഞ്ചിനീയർ അല്ല, കൃത്യമായി പറഞ്ഞാൽ മതപണ്ഡിതൻ പോലും അല്ല. കാരണം എന്താ? സ്കൂളും തികഞ്ഞിട്ടില്ല, മദ്രസയും തികഞ്ഞിട്ടില്ല. അത് നിങ്ങൾ കഴിയണ്ടോ? ഭൗതിക വിദ്യാഭ്യാസം ഒന്നുകിൽ അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം, രണ്ടുമില്ല. ഈ മനുഷ്യൻ ഈ പെൺകുട്ടിയെ പരിശോധിക്കാൻ, എന്നിട്ട് പരിശോധിച്ചിട്ട് ജിന്നിനെ എവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അവസാനങ്ങൾ നോക്കുമ്പോ ഒരു വിരലിങ്ങനെ അളകണം കുട്ടിയുടെ. ഇയാൾ പറഞ്ഞു, ഈ വിരലിന്മേലാണ് ജിന്ന്. ഈ വിരലിന്മേലാണ് ജിന്ന്. നീ എന്താ പ്രതിവിധി? അടിക്കണം. കുട്ടിയുടെ ആങ്ങളമാർ ഇടപെട്ടത് കൊണ്ട് കുട്ടിക്ക് അടി കിട്ടാതെ രക്ഷപ്പെട്ടു. തീർന്നില്ല. തൊട്ടടുത്തുടനെ ഇടമണ്ണയിലെ മുണ്ടേങ്ങരയിലുള്ള ഒരു പെൺകുട്ടി, അത്യാവശ്യം പ്രായപൂർത്തിയായിരിക്കുന്ന ഒരു പെൺകുട്ടി, അവർക്ക് ഈ അടുത്ത് എന്തോ ഒരു മാനസിക അസ്വാസ്ഥ്യമുണ്ടായി. ജിന്നു കൂടിയതാണെന്നാണ് വിധി. ജമാലിന്റെ അരികിൽ വന്നു. ജമാൽ എന്ത് ചെയ്തു? ഈ കുട്ടിയെ അടിച്ചു. കുട്ടി നെട്ടോട്ടം ഓടുകയാണ്. എന്തൊക്കെ പരാക്രമങ്ങൾ നടത്തിയിട്ടും പ്രതിവിധിയില്ല. അവസാനം അദ്ദേഹം എന്ത് ചെയ്തു? കുട്ടിയെ മരത്തിൽ കടത്തിയിട്ട് ആ കുട്ടിയുടെ കാൽഭാഗത്ത് കയറി. ബാക്കി ഞാൻ പറയണ്ടല്ലോ. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് വൃത്തികെട്ട സംഗതികളാണ്. ആ കയറി ഇരുന്നപ്പോ ആങ്ങളമാർക്ക് മനസ്സിലായി ഇത് അപകടത്തിലേക്കാ പോകുന്നത്. അവർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയെത്തിയപ്പോ ജമാൽ രക്ഷപ്പെട്ടു. ഇതെന്തിന്റെ പേരില? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരില. നമ്മൾ പണ്ട് കേട്ടത് വേറെ പലതിന്റെയും പേരിലായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരില. നിങ്ങൾ ആലോചിക്കുക, ഞങ്ങൾ എന്ത് കൊണ്ട് മുജാഹിദായി എന്ന് കുറച്ച് ആൾക്കാർ വന്നല്ലോ. ഞാൻ അന്നേ പറഞ്ഞിരുന്നു, ഞങ്ങൾ എന്ത് കണ്ട് മുജാഹിദായി എന്നാണ് പറയേണ്ടത്. കേട്ടില്ലേ? എന്തുകൊണ്ട് മുജാഹിദായി എന്നല്ല പറഞ്ഞത്, എന്ത് കണ്ട് മുജാഹിദായി എന്നാ പറയേണ്ടത്. അതും ഒരു മുജാഹിദാ ആ പറയുന്നത്. എന്നാലേ ആ സംഭവം ഇവർക്ക് നിഷേധിക്കാൻ കഴിയോ? ഇവരുടെ നേതാവ് തന്നെ ജമീല ടീച്ചർ ഈ പെണ്ണുമായിട്ട് ഇന്റർവ്യൂ ചെയ്ത്, എന്നിട്ട് അവൾ ആ സംഭവം പറയുന്നുണ്ട്. ഈ പെണ്ണിനെ ജമാൽ ചെയ്ത തോന്നിവാസം, കാലിന്റെ മേലെ കയറി നിന്നിട്ട് അടിച്ചു പെൺകുട്ടീനെ. എന്നിട്ട് ആ വിവാഹമോചനം നടന്നു. ആ വിവാഹമോചനായിപ്പോയി. മുജാഹിദിന്റെ നേതാവ് ജമാൽ ചെറുവാടി. ഞാൻ വെറുതെ പറയാണോ? എന്നിട്ട് ഇവര് നമ്മളെ പേരിൽ അന്ധവിശ്വാസം വെച്ചിട്ടുന്ന് ഏത് യുവതിയായ പെണ്ണിന്റെ കാലിന്റെ തുറമെ കയറി അടിക്കുന്ന മൗലവിമാരെ, മുജാഹിദിന്റെ മൗലവിമാര് നിഷേധിക്കാൻ കഴിയോ? ഇവർക്ക് നിഷേധിക്കാൻ കഴിയോ? എന്നാ അത് കേട്ടോ നിങ്ങൾ. ഒന്ന്, ഈ പെൺകുട്ടിയുടെ പിതൃ സഹോദരൻ മുജാഹിദിന്റെ മൗലവി തന്നെയാണ് വിശദീകരിക്കുന്നത്. ഒന്ന് അതിന് ശേഷം വിശദീകരിക്കുന്നത് ഈ ജമീല ടീച്ചറാണ്. രണ്ടും ഒന്ന് ഒരു മുജാഹിദാണ്, ഒന്ന് മറ്റേ മുജാഹിദാണ്. അതാ ചങ്ങാതി. പ്രശ്നം ജിന്നി കയറിയതാണെന്ന് കണ്ടെത്തുന്നു. 17-കാരിയായ പെൺകുട്ടിയെ ജമാലിന്റെ ചെറുവാടിയിലുള്ള ജിന്ന് ചികിത്സാ കേന്ദ്രത്തിലെത്തിക്കുന്നു. തുടർന്ന് ജിന്നിറക്കലും അടിക്കലും തൊഴിക്കലുമായി നടന്ന സംഭവങ്ങൾ പെൺകുട്ടിയുടെ പിതൃ സഹോദരൻ കൂടിയായ എ അബ്ദുൽ അസീസ് മദനി വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ, അവളെ മുണ്ടേങ്ങര നൗഷാദ് എന്ന് പറയുന്ന ഒരാൾ വിവാഹം കഴിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ നൗഷാദ് അവളെ സംബന്ധിച്ച് പല പ്രചരണങ്ങളും നടത്തി. ഏറ്റവും പ്രധാനമായി അവൻ ആരോപിച്ചത് ഭർത്താവിനെ അവൾ അനുസരിക്കുന്നില്ല, അവൾക്ക് മാനസികമായ അസുഖമുണ്ട് എന്നതായിരുന്നു. അങ്ങനെ ആദ്യം ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞത് അവൾക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നമല്ല, പക്വത എത്തിയിട്ടില്ല, അത് പ്രശ്നമാക്കണ്ട എന്നും പറഞ്ഞ് വിട്ടു. വീണ്ടും ഒരു ഡോക്ടറെ സമീപിച്ചു. ആ ഡോക്ടറും അതേ മറുപടി തന്നെയാണ് പറഞ്ഞത്. പിന്നീട് കഴിഞ്ഞ
കൗൺസിലിങ്ങിന് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് ജമാൽ ചെറുവാടിയുടെ വീട്ടിലേക്ക് ഇവളെ കൊണ്ടുപോയി. ആ സമയത്ത് അവളുടെ ഉമ്മയും അവളുടെ ഉപ്പയും കാറിൽ കയറി. അപ്പോൾ ഈ ഭർത്താവ് അവരോട് കുറെ നിങ്ങൾ പോരേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അവർ കാറിൽ കയറി പോയി. അങ്ങനെ ജമാൽ ചെറുവാടിയുടെ ആ വീട്ടിൽ എത്തി. അവരെത്തിയ ഉടനെ ഉമ്മയെ കിച്ചണിലേക്ക് പറഞ്ഞയച്ചു. അവളുടെ ഉപ്പയെ പുറത്ത് നിർത്തുകയും ചെയ്തു. എന്നിട്ട് ഈ ജമാൽ ചെറുവാടിയും അതുപോലെ ഇവളുടെ ഭർത്താവും ഇവളും മാത്രം ആ റൂമിൽ കതവ് കൊട്ടി അടച്ചു. എന്നിട്ട് കുറെ അടിച്ചു. ഇവിടെ 2 സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ഈ 2 സംഭവങ്ങളുടെയും മുന്നിൽ എടവണ്ണ ജമീല ടീച്ചർ തന്നെ എന്തു പറയണമെന്ന് സൂചിപ്പിക്കുകയാണ്. ചെറുവാടി ചെന്ന് ഈ വീട്ടിൽ നമുക്ക് പരിചയമുള്ള ഒരാളെ വീട് തന്നെയാണ്. ആ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവരെ ബെഡ്റൂമിൽ ഒരു ഭർത്താവും ഈ കുട്ടിനെയും ഇയാളും ചെയ്യുന്നാവുന്ന പറഞ്ഞ ഒരാള് പറഞ്ഞ ഡോക്ടർ എന്ന് പറഞ്ഞത് ശരിയല്ല. അയാൾ വീട്ടിൽ കൊണ്ട് ഇയാളെ വായിലടിച്ചിട്ട് ഈ കുട്ടീനോട് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഭർത്താവ് പൊക്കി പിടിച്ചിട്ട് കൈ ഇങ്ങനെ വിരലിങ്ങനെ എടുക്കാൻ പറഞ്ഞു. ഞാൻ ഈ കുട്ടികളൊക്കെ നേരിട്ട് ചോദിച്ചറിഞ്ഞതാണ് ഈ വിഷയമൊക്കെ. സംഗതി കേട്ടപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരാള് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. ഭർത്താവ് കൈ ഇങ്ങനെ വെച്ച് വിരലെടുക്കാൻ പറഞ്ഞു. ചികിത്സിക്കുന്ന ആള് ഈ കുട്ടിന്റെ കാലിന്റെ തുടക്കും കയ്യിനും തുടക്കും കയ്യും. സാധാരണ സുന്നി മൂലയാക്കന്മാര് ചൂരലോണ്ട് അടിക്കുള്ളൂ, ഒരു അന്യസ്ത്രീയെ സ്പർശിക്കൂല. ഇത് ശരിക്കും സ്പർശിച്ചുകൊണ്ടാണ് അടിച്ചത്. അടിച്ച് ഈ കുട്ടീന്റെ ഭയങ്കരമായ കരച്ചിൽ കേട്ടപ്പം ഈ കുട്ടിന്റെ ഒപ്പം ഒരു പച്ച പാവം മനുഷ്യനാണ്. കാലിന് ആദ്യം സ്വാധീനമില്ലാത്ത ആള്, പിന്നെ ഒരു അപസ്മാര രോഗിക്ക് ഇതെല്ലാം പറയാനൊന്നുള്ളൊരു തൻ്റെ ഇടമില്ല. ഇയാളവിടെ സിറ്റ് ഔട്ടില് തലമിന്നി വീണ് തന്നെ ഭാര്യ അടുക്കളയിൽ വീണ്. ആയാലും കുറച്ച് തകരാറുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ അടുത്തുണ്ട്. ഒരു കരച്ചിൽ കേൾക്കുമ്പോ അവർക്ക് വാതിൽ ചവിട്ടി തുറപ്പിച്ചാൽ മതിയായിരുന്നു. അവരും ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് വാതിൽ തുറന്നു നോക്കുമ്പോ ഈ കുട്ടിയുടെ ശരീരം ആകെ പാടങ്ങനെ പാടുകള്. കുട്ടിക്ക് ശരിക്കും എഴുന്നേക്കാൻ തന്നെ കഴിയുന്നില്ല. വാഹനത്തിൽ ഇനി അയാളെ വിശദീകരണം ഒന്ന് കേട്ടോളികൾ. ആരെ ഒലവിയിടല്ലോ, അയാള് അതിനെ വിശദീകരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞറിയോ? ഞാൻ ഒരു കൗൺസിലർ ആയതുകൊണ്ട് അന്നേരം നടന്നോ എന്ന് എന്നോട് ചോദിച്ചാൽ പറയാൻ പറ്റൂല. അതൊന്ന് വെച്ചോടുത്ത ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഫാമിലി കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിവരുന്ന കാര്യങ്ങൾ ഒട്ടേറെ ആളുകൾക്ക് അതുകൊണ്ട് ആശ്വാസമുണ്ടാകുന്ന, മനസമാധാനം കിട്ടുന്ന, കുടുംബബന്ധം ചേർക്കുന്ന ഒരവസ്ഥ. അതിന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്തരം പ്രവർത്തനത്തിൽ മുഴുകാറുള്ളത്. ഇതും പറഞ്ഞതുപോലെ ഒരിക്കലും ഞാൻ അങ്ങോട്ട് ചെന്നതല്ല. എന്റെ വീട്ടിലേക്ക് വന്നു എന്റെ പേരിൽ ആരോപണം പറഞ്ഞ് നടത്തിയ കാര്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, അതിന്റെ യഥാർത്ഥം എന്തെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഇതും ഒരു VC തന്ത്രമാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ VC തന്ത്രം എന്നറിയോ? അവർ ഒരു കൗൺസിലിംഗിൽ നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പുറത്തു പറയാൻ പാടില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ നാളെ ഞാൻ ഒരു കൗൺസിലർ അല്ല. അതൊന്ന് പുറത്തു പോകുമ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ കൗൺസിലർ അല്ലാതെ ഇപ്പൊ അതിന് കൗൺസിലറായ ഇയാൾക്ക് വല്ല യോഗ്യതയുണ്ടോ? അത് മറ്റേ മൗലവി എന്ന് പറയട്ടെ മോനെ. ഇപ്പൊ മൂപ്പർ എന്താ പ്രസംഗിച്ചത്? ഞാൻ കൗൺസിലിംഗ് ആണ് നടത്തിയത് എന്ന്. നോക്കൂ, എനിക്ക് നന്നായിട്ട് അറിയാം ജമാൽ ചെറുപാടിയെ, കണ്ണൂട്ടി അറിഞ്ഞാളാ. കൗൺസിലിംഗ് നടത്താറുണ്ട് മനുഷ്യന്മാര്. കൗൺസിലിംഗ് നടത്താൻ അതിന് വേണ്ട വിദ്യാഭ്യാസവും യോഗ്യതയൊക്കെ ഉണ്ട്. ജമാൽ ചെറുപാടിക്ക് എന്ത് യോഗ്യതയുള്ളത്? മാത്രമല്ല, കൗൺസിലിംഗ് നടക്കുന്നിടത്ത് അടിക്കുന്നതിനെ കുറിച്ച് എവിടെ പറഞ്ഞു കൂട്ടരെ? അടിക്കുന്നതിനെ കുറിച്ച് എവിടെ പറഞ്ഞു എന്ന് വിശദീകരിച്ചാൽ തർക്കമില്ല. ജമാൽ ചെറുപാടിക്ക് അറിയാം കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ അള്ളാന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന കാര്യം, ഒരു കൗൺസിലർ നടത്തുന്ന കാര്യമൊക്കെ പുറത്തു പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ യഥാർത്ഥ കൗൺസിലറുള്ള സുഹൃത്തുക്കളെന്ന്. നല്ല കുടുംബ ബന്ധം ചേർത്തല. മുണ്ടാങ്ങരത്തെ പെൺകുട്ടിയും പുരുഷനും എന്താ നടക്കുന്നത്? 2 വിവാഹമോചനം നടന്നു. കുടുംബ ബന്ധം ചേർത്താനാണ് അത്ര കൗൺസിലിംഗ് നടത്തിയത്. വിവാഹമോചിതയായി ആ പെൺകുട്ടി വീട്ടിലിരിക്കുന്നു, മുടക്കാച്ചരക്കായി. മറ്റോനോ ഓനും പെണ്ണിട്ടുന്നില്ല, ഓന് പെണ്ണും കിട്ടുന്നില്ല, ഇവള് മുടക്കാച്ചരക്കായി. ഇതാ വിവാഹബന്ധം റെഡിയാക്കല് കൗൺസിലിംഗ് നടത്തിയിട്ട്. മുജാഹിദിന്റെ നേതാവല്ലേ ഇത് ചെയ്തത്? ഇവിടെ സമുദായം മനസ്സിലാക്കണത്. സുബ്ഹാനല്ലാഹ്.